നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളിയ നടപടി കേസിന്റെ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ദ്വാരപാലക പാളി മോഷണ കേസിൽ 4ാം പ്രതിയായ ജയശ്രീ നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സമാനമായ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമുള്ള പ്രതിയുടെ വാദങ്ങൾ നിയമപരമായിട്ട് നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഈ കോടതി നടപടി അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭിക്കില്ലെന്ന ശക്തമായ സൂചന നൽകുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റ് പ്രതികൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ജയശ്രീക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ബോധിപ്പിച്ചു. ദേവസ്വം ബോർഡിൽ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു കാര്യവും നടന്നിരുന്നില്ലെന്ന് മൊഴികളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ബോർഡ് സെക്രട്ടറി ആയിരിക്കെ തന്ത്രപ്രധാനമായ സ്ഥാനം ഉപയോഗിച്ച് അവർ കുറ്റകൃത്യത്തിന് സൗകര്യമൊരുക്കിയെന്നാണ് ആരോപണം. സ്വർണ്ണപ്പാളികൾ നിയമവിരുദ്ധമായിട്ട് കൈമാറ്റം ചെയ്യാൻ നിർദ്ദേശിക്കുന്നതിലൂടെ വിശ്വാസികളുടെ സ്വത്തും പുരാവസ്തുപരമായി പ്രാധാന്യമുള്ള വസ്തുവകകളും അമൂല്യമായ വസ്തുക്കളുമൊക്കെ തന്നെ ദുരുപയോഗം ചെയ്യുന്നതിനായിട്ട് ജയശ്രീ കൂട്ടുനിന്നു എന്ന ആരോപണത്തിന്മേലാണ് നിലവിലെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രതിയുടെ പങ്ക് സ്ഥാപിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ തെളിവുകളിലൊന്ന് അത് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ വരുത്തിയ തിരുത്തലുകളാണ്. പാളികൾ കൈമാറാനുള്ള ഔദ്യോഗിക രേഖകളിൽ ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് ജയശ്രീ തിരുത്തി എഴുതിയതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി. ഈ തിരുത്തൽ ഒരു വലിയ മോഷണ ശ്രമം മറയ്ക്കുന്നതിനോ അതിന് നിയമപരമായിട്ടുള്ള സാധുത നൽകുന്നതിനോ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. പൊതുമുതൽ സംരക്ഷിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥ സ്വന്തം സ്ഥാനം ദുരുപയോഗം ചെയ്ത് മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. തനിക്കെതിരായ നിയമ നടപടികളിൽ നിന്നും അതോടൊപ്പം തന്നെ അറസ്റ്റിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് ജയശ്രീ സ്വീകരിച്ച പ്രധാന പ്രതിരോധ തന്ത്രം അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കോടതിയെ ബോധിപ്പിക്കുക എന്നതായിരുന്നു. പലപ്പോഴും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്നവർ നിയമ നടപടികളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ തന്ത്രമാണ്. എന്നാൽ കേസിലെ വസ്തുതകളും പ്രതിയുടെ പങ്കിന്റെ ഗൗരവവും പരിഗണിച്ച കോടതി ഇത്തരം വാദങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. നിയമം അതിന്റെ വഴിക്ക് പോകണമെന്നും കുറ്റകൃത്യത്തിന്റെ സ്വഭാവം മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് തടസ്സമാണെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ജയശ്രീയുടെ അറസ്റ്റ് അനിവാര്യമായിരിക്കുകയാണ്. നിലവിൽ അവർ ഒളിവിലാണെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതോടെ ഈ വലിയ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് പ്രമുഖരിലേക്കും കേസിന്റെ അന്വേഷണം നീളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ജയശ്രീ നൽകുന്ന വിവരങ്ങൾ കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അവരുടെ ചോദ്യം ചെയ്യൽ കേസിന്റെ പൂർണ്ണമായ ചിത്രം മനസ്സിലാക്കുന്നതിനും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും നിർണായകമായി മാറും. അയ്യപ്പസ്വാമിയുടെ മുതൽ മോഷ്ടിച്ച കേസിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ പ്രതിയാക്കുകയും അവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്ത സംഭവം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. വിശ്വാസത്തിന്റെയും പൊതുമുതലിന്റെയും ഒക്കെ തന്നെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടവർ തന്നെ അതിന് വിഘാതം സൃഷ്ടിച്ചത് അത് ജനങ്ങളിൽ രോഷമുണ്ടാക്കിയിട്ടുണ്ട്. ഈ കേസിൽ കോടതി സ്വീകരിച്ച കർശന നിലപാട് അത് പൊതു പദവി വഹിക്കുന്നവരുടെ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ നിയമം ശക്തമായി നിലകൊള്ളുമെന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുകയാണ്. ജയശ്രീയുടെ അറസ്റ്റും തുടർ നടപടികളും ഈ കേസിന്റെ സുതാര്യമായിട്ടുള്ള അന്വേഷണത്തിന് വഴിയൊരുക്കുമെന്നും നിയമവാഴ്ചയുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.